എന്താടാ ഇത്രയൊക്കെ കിട്ടിയിട്ടും നിനക്ക് മതിയായില്ലേ? അവസാനം സംഭവിക്കുന്നത് ഒരു മരണമാണെന്ന് വിചാരിച്ച പിന്നെ പേടി എന്തിനാ അംബികെ? അപ്പോ മരിക്കാൻ നീ തയ്യാറായി കഴിഞ്ഞു. വിധി അങ്ങനെ ആണെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. പക്ഷേ ഞാൻ മരിക്കുന്നെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ആയിരിക്കും. നിന്റെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നീ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും നീ അനുഭവിക്കാൻ പോയി. ഞാനാ പറയുന്നത്. ഇന്നലെ വരെ നീ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടതകളും ഒടുവിൽ നിന്നെ വന്ന് വേട്ടയാണ്. റെജി, ഇവനെ നിങ്ങൾ കൊടുത്തൊന്നും പോരാൻ തോന്നല്ലോ. ഇപ്പോഴും ആ പഴയ വീറോടെയും വാശിയോടെയും അവൻ സംസാരിക്കുന്നേ. എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തോ താങ്ങില്ല മേഡം. മരുന്ന് കൊടുക്കും പോലെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. കേട്ടില്ലേ മിസ്റ്റർ ജഗന്നാഥൻ? ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ ഇവരുദ്ദേശിക്കുന്നില്ലെന്ന്. നീയും നിന്റെ അനുയായികളും കൂടി എത്ര തന്നെ എന്നെ ഉപദ്രവിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് കീഴടങ്ങില്ല. പണവും അധികാരവും വന്നു ചേർന്നതിന്റെ അഹങ്കാരമാണ് നിനക്ക്. അതേടാ, പണവും അധികാരവും വന്നു ചേർന്നതിന്റെ അഹങ്കാരം തന്നെയാടാ എനിക്ക്. എന്താണ് നിനക്കൊരു സംശയം? ചതിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും അവരെ ഇല്ലാതാക്കി നീ നേടിയെടുത്തതൊന്നും നേട്ടങ്ങളല്ല അംബികെ. നിന്നെ കാത്തിരിക്കുന്ന ഒരു മഹാദുരന്തമാണ്. അത് നീ ഓർത്തോ. താൻ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ടേ എനിക്ക് അത്ഭുതം തോന്നുവാ. മിസ്റ്റർ ജഗന്നാഥൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മരണത്തെ എനിക്ക് പേടിയില്ലെന്ന്. എന്നാ പിന്നെ എന്ത് ചെയ്യണം റജി? മേഡം പറഞ്ഞ ഒറ്റയടിക്ക് തീർത്തേക്കാം. ഏയ്, അങ്ങനെ ഇവൻ മരിക്കണ്ട. ഇവനെന്റെ മുന്നില് കരഞ്ഞ് തളർന്ന് യാചിച്ചു മരിക്കണം. അത് കാണാനാ എനിക്കിഷ്ടം. എന്റെ ശരീരത്തിന് നിനക്ക് കൊല്ലാനാകും അംബികെ, പക്ഷേ എന്റെ മനസ്സിന്. വേദാന്തം, തത്വജ്ഞാനം